ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്കമിങ് വിശേഷം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ. അപ്പോൾ അറിയാൻ മേലാത്തവർക്ക്, ഞാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടല്ലോ, അപ്പോൾ അവരോട് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വരാനിരിക്കുന്ന വിശേഷമാണ്. നമ്മൾ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ ഇടുന്നത് നമ്മുടെ മെയിൻ ചാനലിലാണ്. അതായത് നാളത്തെ കഥയൊക്കെ ഇടുന്നത് മെയിൻ ചാനലിലാണ്. ഇത് വരാനിരിക്കുന്ന കഥയാണേ. അങ്ങനെ നമ്മുടെ ആദർശിന്റെ നിരപരാധിത്വം തെളിയുകയാണ് കനകയുടെയും ഗോവിന്ദന്റെയും മുമ്പിൽ. അങ്ങനെ ഗോവിന്ദനോടും കനകയോടും നമ്മുടെ നയന സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ അഭിയും കൂടെ ആ ഒരു സത്യം അറിയാൻ പോവുകയാണ്. വേറൊന്നുമല്ല, തൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് നയനയ്ക്കും ആദർശിനും അറിയാം. ആ ഒരു സത്യമാണ് നമ്മുടെ അഭി അറിയാൻ പോകുന്നത്. അത് അറിയുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ നയനയുടെയും ആദർശിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ അഭി ഇതൊക്കെ കേൾക്കാണ് നയനയും ആദർശും പറയുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതം വന്നു. പെട്ടെന്ന് നമ്മുടെ അഭിയെ ധൃതി വെച്ച് ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി തുടങ്ങാൻ. ഇപ്പോൾ ഒരു ബ്രാഞ്ച് നോക്കുന്നുണ്ടല്ലോ, നോക്കുമല്ല, അവിടെ പോയി ചുമ്മാ ഇരുന്ന് വായി നോക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇവരുടെ റൂമിലേക്ക് വന്നു. അപ്പോഴേക്കുമാണ് ഇവർ സംസാരിക്കുന്നത് കണ്ടത്. അങ്ങനെ നമ്മുടെ ആദർശും നയനയും അഭിയെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ്. ചേച്ചി, ഈ സത്യങ്ങളൊക്കെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ആദർശേട്ടാ എനിക്ക് പേടി. ചേച്ചി പിന്നെ സഹിക്കത്തില്ല. ചേച്ചി പിന്നെ എന്തെങ്കിലും കടുങ്കഴി ചെയ്യുവോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അഭി ഇവരെന്താ സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് ആ വാതക്കൽ തന്നെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ആദർശ് പറഞ്ഞു, അതിപ്പോൾ എന്നാണെങ്കിലും അറിയാനുള്ള കാര്യം തന്നെയല്ലേ, നമ്മൾ മൂടി വെച്ചു മറച്ചു വെക്കുന്നുണ്ട്. പക്ഷേ സത്യം എന്നത് ഒരു ദിവസം തെളിയുമല്ലോ. അപ്പം അറിയും. അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ഒന്നും പറ്റത്തില്ല. പിന്നെ നവ്യനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, നമ്മൾക്ക് നവ്യയോട് ഇപ്പോഴേ തന്നെ എല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ച്, നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. പക്ഷെ അവൾ തന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ താങ്ങിന്ന് വരില്ല, നവ്യ താങ്ങിന്ന് വരില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് നമ്മുടെ അഭിക്ക് മനസ്സിലായത്, അയ്യോ സത്യങ്ങളൊക്കെ തെളിഞ്ഞല്ലോ എന്ന്. അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ നയന പറയുന്നുണ്ട്, അല്ല, നമ്മുടെ മുമ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരൺ ഏട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. അന്ന് കിരണേട്ടൻ വന്നതുകൊണ്ടാണല്ലോ ഈ DNA ടെസ്റ്റ് എടുക്കാനായിട്ട് പറ്റിയതും അബിയുടെ കുഞ്ഞ് തന്നെയാണ് നമ്മുടെ ചന്തു മോളെന്ന് തെളിഞ്ഞതും. ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നുവല്ലോ. ഇപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്നേനെ, അല്ലെങ്കിൽ അമ്മയും എല്ലാവരും വിചാരിച്ചിരുന്നേനെ ഈ പറയുന്ന ചന്തുമോള് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന്. വലിയൊരു ഉപകാരം നമുക്ക് കിരണേട്ടൻ ചെയ്തു തന്നതെന്ന്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ അഭി ഞെട്ടിപ്പോയി കേട്ടോ. അഭി അവിടെ നിന്ന് നേരെ പുറത്തേക്ക് പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് നമ്മുടെ അഭിക്ക് അറിയത്തില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥ അഭിക്ക്. അഭിയാണെങ്കിൽ എൻ്റെ ഈശ്വര ഇതൊക്കെ അറിഞ്ഞോ? അപ്പം അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലേ നവിയുടെ ജീവിതം പോകാതിരിക്കാൻ വേണ്ടി നയനയും ആദർശും കൂടെ ചെയ്യുന്ന ത്യാഗം. ഇതെന്തെങ്കിലും വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എൻ്റെ ഈശ്വര. അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. ഏതായാലും നമ്മുടെ അഭിക്ക് ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അഭി അങ്ങോട്ടേക്ക് പോവുകയാണ്. സമാധാനമില്ലാതെയാണ് ഇരിക്കുന്നത്. നമ്മുടെ അഭി മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, സത്യങ്ങളൊക്കെ എല്ലാവരോടും തന്നെ പറയുക. ഏത് സത്യങ്ങൾ? നമ്മുടെ അഭി പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ള സത്യങ്ങളുണ്ടല്ലോ. ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോള. അപ്പം അത് നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല, ഓഫീസിലോ അങ്ങനെയൊന്നും ചർച്ചാ വിഷയമായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് വെളിയിലേക്ക് പറയുകയാണെങ്കിൽ മൊത്തം ഒന്ന് പകരുമല്ലോ. മൊത്തം ഒന്ന് പകർന്നു കഴിയുകയാണെങ്കിൽ ഇനിയിപ്പം അബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാലും നാട്ടുകാർ വിശ്വസിക്കില്ലല്ലോ. ആദർശിന്റെ കുഞ്ഞ്, പിന്നെ അബിയുടെ കുഞ്ഞ്, ഇതെന്താ നിങ്ങൾ കളിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. അതുപോലെ എല്ലായിടത്തും പറഞ്ഞ് ഇപ്പോൾ തന്നെ ആദർശിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് പരത്തുക. ആദർശിന് അഭിഹിതത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞ് പരത്തുക. അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നമ്മുടെ അഭി ചെയ്യുന്നത്? ജ്വല്ലറിയിലും എല്ലാ ജ്വല്ലറിയിലും കയറി ഇറങ്ങി മാറി മാറി അവിടുത്തെ സ്റ്റാഫുകളോട്, ഒരു സ്റ്റാഫിനോട് പറഞ്ഞാൽ മതിയല്ലോ, നമ്മുടെ അഭി കയറി ഇറങ്ങിയില്ലെങ്കിലും ഒന്നോ രണ്ടോ സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ അബിയുടെ അവിടുത്തെ ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു, ആ സ്റ്റാഫ് അടുത്ത സ്റ്റാഫിനോട് പറഞ്ഞു. അങ്ങനെ ബ്രാഞ്ച് മുഴുവൻ പരന്ന്, സത്യം പറഞ്ഞ നാറാണ് നമ്മുടെ ആദർശിന് വേറൊരു കുഞ്ഞുണ്ട്. ആദർശിന്റെ വിവാഹം രണ്ടാമത് നടന്നതാണ് നയനയുമായിട്ട്. അതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചായിരുന്നു. അതിലുണ്ടായ കുഞ്ഞാണ് ചന്തുമോൾ. അപ്പം അങ്ങനെയാണ് അവിടെ നാറ്റക്കേസ് ആവുകയാണ്, മൊത്തം പരക്കുകയാണ് അവിടെ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ആദർശ ഓഫീസിൽ ഒരു ദിവസം ചെല്ലുന്നു. ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ആദർശിൻ്റെ മാനേജറുണ്ട്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ ആദർശിനോട് തുറന്ന് ചോദിക്കുകയാണ്. അപ്പം പുള്ളിക്കാരന് ആദർശിനെ കുറിച്ചൊരു ചിന്തയൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. ആദർശ് നല്ലൊരു
നല്ലൊരു ഓഫീസറാണ്, നല്ലൊരു ബിസിനസ്മാനാണ്, അതുപോലെ നല്ലൊരു ഭർത്താവാണ്, കുടുംബം നോക്കുന്ന നല്ലൊരു പുരുഷനാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആദർശിനെ കുറിച്ച് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ മാനേജർ നമ്മുടെ ആദർശിനോട് ചോദിക്കുകയാണ്, അതെ ആദർശ് സാറേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? അല്ല, താൻ എന്താ കേട്ടത്? താൻ കേട്ടത് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞാൻ കേട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് സാറ് എന്നെ എങ്ങനെ കാണുമെന്നൊന്നും എനിക്കറിയില്ല. താൻ കേട്ട കാര്യം എന്താണെങ്കിലും അത് പറഞ്ഞോളൂ. അത് പിന്നെ ആദർശ് സാറ് നയന മേഡത്തിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ? അതില് ആദർശ് സാറിന് ഒരു കുഞ്ഞുണ്ടോ? അല്ല, ഇതിപ്പം തന്നോട് ആരാ പറഞ്ഞത്? അത് എന്നോട് പറഞ്ഞത് ആരാണ്? ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേര് എന്നോട് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ പേരെല്ലാം കൂടി ഞാൻ സാറിന്റെ അടുത്ത് എങ്ങനെയാ പറയുന്നത്? അത് ജ്വല്ലറിയിൽ മൊത്തം ഇതൊരു ചർച്ചാ വിഷയം ആയിട്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സാറ്. പ്രത്യേകിച്ച് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ സാറിന്റെ കൂടെ കൂടിയിട്ട് 8 കൊല്ലോ 9 കൊല്ലോ അങ്ങാണ്ട് ആയല്ലോ. അപ്പൊ പിന്നെ സാറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്വഭാവമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്, ഇത് സത്യമാണോന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന കയറി വന്നിട്ട്, അല്ല ഇപ്പൊ എന്തൊക്കെയാ തനിക്ക് അറിയേണ്ടത്? താൻ മാനേജരൊക്കെയാണ്, അതും പറഞ്ഞ് ജ്വല്ലറിയിലെ കാര്യം മാത്രം താൻ തിരക്കിയാ പോരെ? ആദർശേട്ടന്റെ കുടുംബ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ആദർശേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ജ്വല്ലറിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? അയ്യോ, അത് പിന്നെ നയന മേഡം, ഞാൻ പരദൂഷണമോ കുറ്റവോ ഒന്നും ആയിട്ടല്ല ഞാൻ ഇതിവിടെ വന്ന് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേട്ടു, അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ആദർശേട്ടൻ തെറ്റുകാരനല്ലെന്ന് അറിയാലോ. അതെ, പലരും പലതും പറയും. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, എടുക്കേണ്ടത് എടുക്കുക, തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുക. അതൊക്കെ നിങ്ങളുടെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിലാരും ഇടപെടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുന്നതിന് സത്യസന്ധമായ ശമ്പളം ഞങ്ങൾ തരുന്നുണ്ട്. അതിന് പെൻഡിങ് ഒന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആ കാര്യം മാത്രം നോക്കിയാൽ മതി. കുടുംബക്കാര്യം ചെകഞ്ഞ് അന്വേഷിക്കാൻ വരണ്ട. താനൊരു കാര്യം ചെയ്യ്, എനിക്കെല്ലാം മനസ്സിലായി, താനിപ്പോ പൊക്കോ. തനിക്ക് ഇതിനുള്ള മറുപടി ഞാൻ തരുന്നില്ല. കാരണം തനിക്ക് ഇതിനുള്ള മറുപടി തരാനേ സത്യം പറഞ്ഞാൽ അതിന്റെ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനുള്ള മറുപടി തരാത്തത്. തനിക്ക് ജ്വല്ലറിയുടെ കാര്യത്തിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയമാണെങ്കിൽ ഓക്കെ, ഞാൻ മറുപടി തന്നെ. അതുകൊണ്ട് താൻ പോകാൻ പറയാണ്. ഏതായാലും ആദർശ് ചുക്കി ചുളുങ്ങി എന്തോ വിയർത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, അല്ല നയനെ, ഇതിപ്പോ ആരായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക? ഇതിപ്പോ ആരായിരിക്കും ഇവിടെ പറഞ്ഞത്? അതൊന്നും അറിയില്ല. മിക്കവാറും ഇത് അഭിയുടെ വേല തന്നെ ആയിരിക്കും. അഭിയായിരിക്കും ഇതൊക്കെ കൊട്ടി ആഘോഷിച്ച് നടക്കുന്നത്. ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മതിയല്ലോ ആദർശേട്ടാ, ഇതിങ്ങനെ പരക്കാനായിട്ട്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആദർശേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ല, ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ രണ്ടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചന്തുമോൾ എന്ന് പറയുന്ന ഒരു അനാഥ കുട്ടിയെ നമ്മൾ എടുത്തു വളർത്തുന്നു, അത് മതി. ആര് ചോദിച്ചാലും അങ്ങനെ പറഞ്ഞാലും മതി. അല്ല, ഇനിയിപ്പം നമ്മൾ ഒരു ദിവസം തുറന്നു പറയേണ്ടി വന്നാൽ നമ്മൾ ഇതൊക്കെ അങ്ങ് തുറന്നു പറയും. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാകും, എന്തു വരുമെന്ന് നമുക്ക് പിന്നെ ചിന്തിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് അനിയും ഇവരുടെ റൂമിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ, ആ ക്യാബിനിലേക്ക്, ആദർശിന്റെ ക്യാബിനിലേക്ക്. അങ്ങനെ അനി വന്നതും, അല്ല നിങ്ങൾ എന്താ കള്ളത്തരവോ തെറ്റോ ഇതെന്താ സംസാരിക്കുന്നത്? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. ഏയ്, പ്രശ്നമൊന്നും ഇല്ല നീ എന്നിങ്ങനെ നയ പറഞ്ഞപ്പം ആ പറച്ചിലിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. എന്തു പറ്റി? ആദർശേട്ടന്റെ മുഖം കാണുമ്പോൾ എനിക്കറിയാം. അതെ, എന്റെ മുഖം കാണുമ്പോൾ നീ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. അല്ല മോനെ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞിരുന്നെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലോ. അത് പിന്നെ ആദർശേട്ടാ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ടിന്റെ വിവാഹമുണ്ട്. ആ വിവാഹത്തിന് എനിക്ക് പോകണം. അതിന് അതിന് ഒരു 3 ദിവസത്തെ ലീവ് എനിക്ക് വേണം. ബ്രാഞ്ച് ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണം. ആദർശേട്ടൻ വന്ന് ഒരു 3 ദിവസം നോക്കിയാലും മതി. അല്ലെങ്കിൽ തന്നെ നീ ആ ബ്രാഞ്ച് ചൊവ്വേ നേരെ നോക്കുകയാണല്ലോ. നോക്കുന്നില്ലല്ലോ. ആ ബ്രാഞ്ച് ചൊവ്വേ നേരെ നീ നോക്കുന്നുണ്ടോ അനി? നിന്നെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിച്ചതാണ്. അതൊക്കെ പോട്ടെ, നീ ഇപ്പോഴും ആ നന്ദുവിന്റെ പുറകെ വാലാട്ടി നടക്കല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നീ നുണ പറയൊന്നും വേണ്ട. ഞാനങ്ങനെ വാലാട്ടി നടന്നാൽ എന്താ ആദർശേട്ടാ കുഴപ്പമിരിക്കുന്നത്? അനാമിക എത്ര ആണുങ്ങളുടെ പുറകെയാ പോകുന്നത്? അതുപോലെ പല ആണുങ്ങളുടെ പുറകെ ഒന്നും ഞാൻ പോകുന്നില്ലല്ലോ. ഞാൻ പോകുന്നത് നന്ദുവിന്റെ പുറകെ മാത്രമല്ലേ. ഇത് കേട്ടപ്പോഴത്തേക്കും നയനയ്ക്ക് ദേഷ്യം വന്നു. നയന പറഞ്ഞു, അതെ അനി, ന്യായീകരിക്കരുതേ, കൂടുതൽ നീ ന്യായീകരിക്കരുതേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ പറയുന്നത് ഒന്നും ന്യായമല്ല.
ഒരു വിവാഹം കഴിഞ്ഞ പുരുഷൻ മറ്റൊരു സ്ത്രീയുടെ പുറകെ പോകുന്നത് അത് എന്തൊരു അസഭ്യമാണെന്ന് നിനക്കറിയാമോ? അത് അസഭ്യമാണോ അല്ലയോ? ഞാനൊരു കാര്യം പറയാം, ഞാൻ വീട്ടിൽ വീർപ്പ് മുട്ടിയാ ജീവിക്കുന്നത്. നീ വീട്ടിൽ വീർപ്പ് മുട്ടിയാ ജീവിക്കുന്നത് ഞങ്ങൾക്കറിയാം. അനാമികയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞ് ആ തെറ്റ് തിരുത്തി കൊടുക്കുക ചെയ്യേണ്ടത് നീ. ഒരു നല്ല ഭർത്താവ് ഭാര്യയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തെറ്റ് തിരുത്തി കൊടുക്കണം. അതുപോലത്തെ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കണ്ടവന്മാരുടെ കൂടെ ലോഡ്ജിൽ പോവുക, റൂം എടുക്കുക, ബീച്ചിൽ പോവുക, ആ തെറ്റൊന്നും തിരുത്താൻ ഒരു ഭർത്താക്കന്മാർക്കും താല്പര്യം കാണില്ല നൈനേച്ചി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദർശേട്ടാ, നൈനേച്ചി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദർശേട്ടൻ സഹിക്കുമോ? ഒരിക്കലും ഇല്ല, എനിക്കറിയാം. എന്നിട്ട് എന്നെ എല്ലാം കൂടെ തലയിലെടുത്ത് എല്ലാം കൂടെ എൻ്റെ തലയിലെടുത്ത് വെപ്പിച്ചിട്ട് ഇപ്പം ഞാൻ കുറ്റക്കാരനാണ് പോലും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എൻ്റെ ജീവിതം സത്യം പറയാലോ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയെ പോലെ അങ്ങോട്ട് ചാടാം ഇങ്ങോട്ട് ചാടാം. അങ്ങനെ കുലുങ്ങി മറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ പോട്ടെ, അതൊന്നും ഞാൻ ആരുടെയും മുമ്പിൽ ഇനിയിപ്പോൾ പറയുന്നില്ല. പിന്നെ നന്ദുവിനെ ഞാൻ കാണണോ വേണ്ടയോ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ പറയുന്ന തരത്തിൽ നിങ്ങൾക്ക് എപ്പോഴും സംശയം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഞാനിപ്പം വിവാഹത്തിന് തന്നെയാണ് പോകാൻ 3 ദിവസം ലീവ് എടുത്തത്, അല്ലാതെ നന്ദുവിനെ കാണാൻ പോകാനല്ല. അവനൊരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ. അവർ USA വെച്ചെങ്ങാണ്ടാണ് മാരേജ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 ദിവസത്തെ ഒരു പാർട്ടി ഉണ്ട്, അതിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. എല്ലാം നന്ദുവിൻ്റെ കണ്ണിൽ കൂടെ സംശയത്തിൻ്റെ കണ്ണിൽ കൂടെ കാണരുത്. ഞാനും നന്ദുവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവൾ എന്നിൽ നിന്നും അകന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ഓ, അപ്പം അവൾ നിന്നിൽ നിന്നും അകന്നു പോകുന്നുണ്ടല്ലേ? അത് നിനക്ക് താങ്ങുന്നില്ലല്ലേ? അത് എങ്ങനെ താങ്ങാൻ കഴിയും? സ്നേഹിക്കുന്ന പെണ്ണ് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയുമോ? ഇപ്പം നയനേടത്തെയാണെങ്കിൽ ആദർശേട്ടൻ താങ്ങുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു, എന്തിനും അവന് ഓരോ ന്യായീകരണമുണ്ട്, നീ പൊക്കെ. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ സത്യമായിട്ടും ഞാൻ വല്ലതും വിളിച്ചു പറയും. ഏതായാലും ഈ സമയത്ത് എങ്കിൽ പിന്നെ ഞാൻ പോവാ എന്ന് പറഞ്ഞ് നമ്മുടെ അനി അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹബിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഹബി ആണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഫോൺ വിളിക്കുന്നു, ആരോടൊക്കെയോ സംസാരിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ ജലജ കാണുന്നുണ്ട്. അപ്പൊ ജലജയ്ക്ക് ഒരു സംശയം, ഇവൻ എന്തിനാ ഇത്ര വെപ്രാളത്തോടു കൂടി ഫോണൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് നവ്യ കണ്ടു. നവ്യ എന്താ അമ്മേ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം, ഏയ് ഒന്നുമില്ല, ഞാന് അഭിമോനോട് സംസാരിക്കാൻ വന്നതാ. അപ്പൊ അഭി ബാൽക്കണിയുടെ അവിടെയാട്ടോ നിന്നത്. നമ്മുടെ ജലജ ആ റൂമിന്റെ അകത്ത് കയറി, നവ്യ റൂമിലേക്ക് കയറി വരുമായിരുന്നു. അപ്പോഴാണ് കണ്ടത്. അപ്പം പെട്ടെന്ന് നമ്മുടെ നവ്യ പറഞ്ഞു, ഇതത്രയ്ക്ക് ശരിയല്ല കേട്ടോ, ഫോണൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട കാര്യമുണ്ടോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അയ്യേ, ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടോന്നുമല്ല, ഇവനോടൊരു കാര്യം സംസാരിക്കാൻ വന്നതാ. ആണോ? എങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ല, എന്തി അനന്തപത്മനാഭൻ, അവനെയും കൂടെ കാണാനാ ഞാൻ വന്നത്. അവന് ഇപ്പൊ നയനയുടെ കയ്യിലാ. നയനയുടെ കയ്യിലോ? നീ എന്തിനാ ഇപ്പൊ അവളെ ആ കുഞ്ഞിനെ നയനയുടെ കൈ കൊണ്ട് കൊടുത്തത്? അത് അവള് ഞാൻ അങ്ങോട്ട് എടുത്തോണ്ട് പോയപ്പോ എടുത്തു. എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയത്തിയല്ലേ, അവള് കുഞ്ഞിനെ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എടുക്കണ്ട എന്നൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. നീയെ കൊണ്ട് കൊടുക്ക, നിനക്ക് വേറെ പണിയില്ലേ നവ്യെ? നീയും കുറച്ച് വാശിയൊക്കെ കാണിച്ച് ഇരിക്കണം. ആ ചന്തുമോളെ ഇവിടുന്ന് പറഞ്ഞയക്കണമെങ്കിൽ നമ്മളൊക്കെ കൂടി വിചാരിക്കണം. ഓ, ഇനി അതിന് പറ്റൂന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ കുടുംബത്തിലെ കുഞ്ഞല്ലേ, ആദർശേട്ടന്റെ മോളല്ലേ, അപ്പൊ പിന്നെ പറഞ്ഞയക്കുവോ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാലേ ശരിയാവില്ല നവ്യെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അത് ഞാൻ പലരോടും പറഞ്ഞു നോക്കി, അച്ഛനോടും അമ്മയോടും ഒക്കെ മാറി മാറി പറഞ്ഞു നോക്കിയതാ നയനയുടെ ഈ പോക്ക് ശരിയല്ലെന്ന്. പക്ഷെ അവരൊന്നും അത് കേട്ട പാതി കേൾക്കാത്ത പാതി നടക്കുകയാണെന്നുള്ളതല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ നമുക്ക് ചെയ്യണം. നവ്യെ, നമ്മുടെ സ്വത്ത്, നമ്മുടെ അനന്തപത്മൻ അനുഭവിക്കാനുള്ള സ്വത്ത്, അതും കൂടി ആ ചന്തുമോള് അനുഭവിക്കുന്നത്. എവിടെന്നോ കയറി വന്ന ഒരു പെണ്ണ്. അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല. നിന്റെ ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുവോ? അതാ ഞാൻ പറഞ്ഞത്. നിന്റെ ചേച്ചിയെ നീ പറഞ്ഞു വേണം മനസ്സിലാക്കിപ്പിക്കാനായിട്ട്. നീ ചെന്ന് നിന്റെ ചേച്ചിയോട് നിരന്തരമായിട്ട് വഴക്കും, ചേച്ചിയല്ല കേട്ടോ, സോറി, അനിയത്തി എന്നാട്ടോ, അനിയത്തിയോട് നിരന്തരമായിട്ട് വഴക്ക് കൂടുകയും അവളെ അസ്വസ്ഥതപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് അവൾക്ക് നിവൃത്തിയില്ലാതെ ആദർശനെ അവൾ ഉപേക്ഷിച്ചോളും. അതുപോലെ നിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഇടയ്ക്ക് എരിപിരി കയറ്റണം. അത് പിന്നെ അച്ഛനും അമ്മയും ആദ്യമൊക്കെ ഞാൻ പറയുന്നൊക്കെ കേൾക്കുമായിരുന്നു. ഇപ്പം പക്ഷെ അച്ഛനും അമ്മയും നയനയുടെ കൂടെ ആദർശേട്ടനും വല്ലാണ്ടങ്ങ് സ്നേഹമാണ്. ആദർശേട്ടനെ ഇപ്പൊ സ്വീകരിക്കുകയാണ് ഇരു കൈയും നീട്ടി. കയറി വരുമ്പോഴത്തേക്കും അഭിയേക്കാൾ കൂടുതൽ സ്നേഹം ഇപ്പൊ ആദർശേട്ടനോടാ. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ആദ്യമൊക്കെ
അഭിയെ അവര് സ്നേഹിച്ചു. ആദ്യമൊക്കെ അഭി നല്ലവനാണെന്ന് അറിഞ്ഞല്ലോ അവര്. ആദർശ് തെറ്റുകാരനാണെന്നും അറിഞ്ഞല്ലോ. അതുകൊണ്ട് പിന്നെ പിന്നെ അവർക്കിപ്പം മനസ്സിലായി അഭിനെ പിടിച്ചിട്ട് കാര്യമില്ല, ആദർശിനെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ആദർശിന്റെ കയ്യിലെ പൈസ ഉള്ളെന്ന്. അതുകൊണ്ട് തന്നെയാ മോളുടെ അമ്മയും അച്ഛനും ഒക്കെ ആദർശിന്റെ പുറകെ നടക്കുന്നത്. ദേ മോളത് കാര്യമാക്കരുത്. മോൾ ഇതിന് ഉചിതമായ ഒരു തീരുമാനം എടുക്കണം. നിനക്കും നിന്റെ ഭർത്താവിനും നിന്റെ കുട്ടിക്കും ജീവിക്കുവാനുള്ള സ്വത്തുവകകള് അത് നീ പിടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് അവർ എന്തു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യനെ ഇങ്ങനെ എരിപിരി കയറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ജലജ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്കൊരു പരിങ്ങിക്കളി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒരു പ്രശ്നമില്ലമ്മേ. ആകെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. അല്ല, എന്തെങ്കിലും നീ എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. എടാ അഭി, നീ നുണ പറയരുത്. നിന്റെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകും. ഇത്തിരി ആയിരുന്നപ്പോ പോലും നിന്റെ മുഖത്തെ ഓരോ ഭാവവ്യത്യാസങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ എന്നോടല്ലേ നിന്റെ കളി? പറയടാ, എന്താടാ നീ ആലോചിക്കുന്നത്? നീ ആരെയാണ് ഇപ്പൊ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്? ഓ, ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ? എന്റെ പൊന്നമ്മേ, എന്നെ ഒന്ന് വിട്. ഞാൻ സ്വസ്ഥതയോട് കൂടി ഒന്ന് ഇരുന്നോട്ടെ. തല പെരുക്കാൻ മാത്രം. എന്താണ് സംഭവിച്ചത്? എന്താണ് നടന്നത്? പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയതാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ പറ. അത് അത് പിന്നെ ഇപ്പൊ ഒന്നുമില്ല. അറിയേണ്ട സമയത്ത് അമ്മയെല്ലാം അറിഞ്ഞോളും. അപ്പം എന്നെ കുറ്റപ്പെടുത്താതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോവുകയാണ്. പിന്നെ അഭി പോകുന്നത് കുറെ ഗുണ്ടകളെ കാണാനായിട്ടാണ്. ഗുണ്ടകളെ കണ്ടിട്ട് വേറൊന്നിനുമല്ല, എങ്ങനെയെങ്കിലും ചന്തുമോളെ കൊല്ലണം, ചന്തുമോളെ തീർക്കണം, ചന്തുമോളെ അവസാനിപ്പിക്കണം. ചന്തുമോൾ ഇപ്പം സ്കൂളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം സ്കൂളിൽ പോകുന്ന വാനിൽ നിന്നും ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാനാണ് നമ്മുടെ അഭി പറയുന്നത്. അഭി അങ്ങനെയാണ് സംസാരിക്കുന്നത് കേട്ടോ ആ ഗുണ്ടകളോട്. അപ്പം ഗുണ്ടകൾ പറഞ്ഞു, ഇത്ര പൈസയാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൈസയൊക്കെ തരാം, ഇപ്പൊ അഡ്വാൻസ് പൈസ തരാം, ഇത് തീർന്നു കഴിഞ്ഞിട്ടുണ്ട്, 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലിരിക്കും. ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി കൊല്ലണം. വെറുതെ കൊണ്ടുപോകല്ല, കൊല്ലണം. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. ആ കുട്ടി മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, ഇച്ചിരി റിസ്ക് ഉള്ള കേസാണ്, 10 ലക്ഷം ഒന്നും പോരാ, ഞങ്ങൾക്കൊരു 10-20 ലക്ഷം രൂപ വേണമെന്ന്. അങ്ങനെ 20 ലക്ഷം രൂപയ്ക്ക് ആ ഡീല് ഉറപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്തുമോളെ കിഡ്നാപ്പ് ചെയ്യാനും ചന്തുമോളെ കൊല്ലാനും തന്നെയാണ് അഭി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ചന്തുമോള് ജീവിച്ചിരുന്നാൽ അത് നമ്മുടെ അഭിയുടെ ഭാവിക്ക് ദോഷമാണെന്ന് അഭിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വിശേഷമാണ് കേട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഏതായാലും ഇനിയിപ്പം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വരാൻ പോകുന്ന വിശേഷമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇന്നത്തെ ഫുൾ വിശേഷവും നാളത്തെ വിശേഷവും നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത് കേട്ടോ. അപ്പം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി, ലിങ്ക് തരാമോന്ന്. അപ്പം ഞാൻ ലിങ്ക് തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനി നെക്സ്റ്റ് ഒരു അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.